ഗുരുവായൂരപ്പന് ചകിരി കൊണ്ട് തുലാഭാരം നേർന്ന കഥ അറിയാമോ? കുറേ നാളുകൾക്ക് മുൻപ് ഒരാൾ ഗുരുവായൂരപ്പനെ കാണുവാനായി വളരെ കഷ്ടപ്പെട്ട് ദൂരത്തു നിന്നും എത്തി. വളരെ നീണ്ട ക്യൂവിൽ നിന്ന് ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. ഭഗവാനെ കൃഷ്ണ, എന്നെ കാത്തു രക്ഷിക്കണമേ. ഞാൻ സാമ്പത്തികപരമായിട്ട് വളരെ നല്ല ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ട് യാത്ര ചെയ്താണ് ഭഗവാന്റെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഭഗവാന് സമർപ്പിക്കുവാൻ എൻ്റെ കയ്യിൽ യാതൊന്നും ഇല്ല, എൻ്റെ ഈ ഭക്തി അല്ലാതെ. സാമ്പത്തികപരമായി എനിക്ക് നല്ല ഒരു ഉയർച്ച ഉണ്ടായാൽ ആ സമയത്ത് ഞാൻ ഭഗവാന് ചകിരി കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാം എന്ന് ആ ഭക്തൻ ഗുരുവായൂർ കണ്ണൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വളരെയധികം ഭക്തിയോടെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എന്തായാലും ആ ഭക്തൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അങ്ങനെ അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളൊരു ആളായി മാറി. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചു നല്ല നിലയിൽ ആയി. അങ്ങനെ അദ്ദേഹം വീണ്ടും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് വരികയാണ്. അദ്ദേഹം വരുന്നത് വളരെ വില കൂടിയ സ്വന്തം കാറിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പണ്ട് ഒരു വഴിപാട് നേർന്നിരുന്നു. അദ്ദേഹം ആ ഭഗവാനെ കണ്ടു തൊഴുതു. അതിനുശേഷം തുലാഭാരം നടത്തുവാനായിട്ട് തുലാഭാര കൗണ്ടറിലെത്തി. അവിടെ ചെന്ന് അവർ ചോദിച്ചു, എന്ത് ദ്രവ്യം കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത്? അദ്ദേഹം ഒന്ന് ശങ്കിച്ചു. പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് മാറി. വലിയ പണക്കാരനായി. തന്നെയുമല്ല, തൻ്റെ കൂടെ ബന്ധുക്കൾ എല്ലാം നിൽക്കുന്നു. അവരുടെ എല്ലാം മുൻപിൽ വെച്ച് ചകിരി കൊണ്ടാണ് നടത്തേണ്ടതെന്ന് പറയുവാൻ ഒരു നാണക്കേട് പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേർന്നത് കദളിപ്പഴം കൊണ്ടാണ് എന്ന്. ഉടനെ തന്നെ കദളിക്കുലകൾ അദ്ദേഹത്തിൻ്റെ തൂക്കം അനുസരിച്ച് തുലാഭാരം നടത്തുവാൻ തുടങ്ങി. എത്രയധികം കദളിപ്പഴം വെച്ചിട്ടും ആ തുലാഭാരത്തട്ട് താഴ്ന്നില്ല. അപ്പോൾ ക്ഷേത്ര ജീവനക്കാരൻ ചോദിച്ചു, താങ്കൾ കദളിപ്പഴം കൊണ്ട് തന്നെയാണോ തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നത്? ഇത് താഴുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ താമരമൊട്ടുകൾ കൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. അങ്ങനെ വീണ്ടും താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാരത്തേക്കാൾ കൂടുതൽ താമരമൊട്ടുകൾ വെച്ചിട്ടും തുലാഭാരത്തട്ട് താഴുന്നില്ല. വീണ്ടും ജീവനക്കാരൻ പറഞ്ഞു, അങ്ങേക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അങ്ങേക്ക് ശരിക്കും ആലോചിച്ചു നോക്കൂ. എന്ത് ദ്രവ്യം കൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളി വേണ്ട എന്ന്. ഉള്ളത് പറഞ്ഞാലും അവസാനം ഇതെല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ലജ്ജയും കൂടാതെ തന്നെ അവരോട് പറഞ്ഞു, ഞാൻ നേർന്നത് ചകിരി കൊണ്ടാണെന്ന്. ഉടനെ ചകിരി കൊണ്ടുവന്ന് തുലാഭാരം തുടങ്ങി. അതിശയം അദ്ദേഹം ഇരുന്ന തട്ട് പൊങ്ങി. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, നമ്മൾ എത്ര വലിയ സ്ഥിതിയിൽ എത്തി എന്ന് കരുതിയാലും ഭഗവാന് നമ്മൾ എന്തെല്ലാം കൊടുത്താലും ഭഗവാൻ സന്തോഷിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ തട്ടി എന്താണോ പറഞ്ഞത് ആ നിഷ്കാമ്പമായ ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.